ഹായ് ഓൾ, ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡർ ഡിസൈന് നോർമൽ നീഡിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ സരി ത്രെഡാണ് കോർത്തെടുത്തേക്കുന്നത്. സരി ത്രെഡ് വെച്ചാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 7 കോർത്ത് രണ്ടറ്റവും കൂട്ടി കെട്ടിയേക്കുവാണ്. ഇത് നമ്മൾ ചെറിയ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ആദ്യം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. റണ്ണിങ് സ്റ്റിച്ചായിട്ട് ചെയ്യുക. എന്നിട്ട് ആ ഇടുന്ന ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്ന ബീഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത്. ആ ഒരു ബീഡിന് നിൽക്കാനുള്ള ഗ്യാപ്പാണ് ഇടയിൽ കൊടുക്കേണ്ടത് കേട്ടോ. ബാക്കിയെല്ലാം സെയിം ഡിസ്റ്റൻസിൽ എടുത്തിട്ട് പോവാം. റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം സരി ത്രെഡ് വെച്ചിട്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബോർഡർ ഡിസൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് സെക്കൻഡ് മെത്തേഡാണ്. ഒരു മെത്തേഡിൽ നമ്മൾ ബീഡിൻ്റെ കൂടെ തന്നെ ഈ ഒരു ത്രെഡിൻ്റെ കൂടെ തന്നെ നമ്മൾ ബീഡും ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇത്രയാണ് ഈ വർക്ക് വരുന്നതെന്ന് വിചാരിക്കുക. അതായത് ബോർഡറിൻ്റെ ലെങ്ത്ത് ഇത്രയാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എൻഡിൽ കെട്ടിക്കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, റണ്ണിങ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഗ്യാപ്പ് വരുന്നിടത്ത് നമ്മൾ വീണ്ടും നീഡിലെടുക്കുന്നു. അത് ഒന്നെങ്കിൽ സരി ത്രെഡ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ, തുണിയുടെ കളർ ഏതാണോ ആ കളറ് മെഷീൻ ത്രെഡ് തന്നെ യൂസ് ചെയ്താലും മതി. അതിന് ശേഷം നമ്മൾ എടുക്കുന്ന ബീഡിനെ ഒന്ന് കോർത്ത് കൊടുക്കാം. കറക്റ്റായിട്ട് അതിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ രീതിക്ക് ഇതിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് നീഡിൽ വലിച്ചെടുക്കുന്നു. ഉണ്ടോ? ആ ഒരു ഗ്യാപ്പിൽ വരുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ബീഡ്സിനെ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഏത് ബീഡും യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിച്ചേക്കുന്നത് വലിയ ബീഡാണ്, നമ്മുടെ ഫുൾ ബീഡാണ് കാണിച്ചേക്കുന്നത്. ഓരോ ബീഡ്സും നമുക്ക് മാറി മാറി വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കട്ട് ബീഡ് കൊടുക്കാം, ട്യൂബ് ബീഡ് കൊടുക്കണമെങ്കിൽ ട്യൂബ് ബീഡ് കൊടുക്കാം, ഷുഗർ ബീഡ് കൊടുക്കണമെങ്കിൽ ഷുഗർ ബീഡ് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ബീഡും ത്രെഡും കൂടിയിട്ടുള്ള ഒരു ബോർഡർ ലൈനാണ് ഈ വരുന്നത് കേട്ടോ. ഇത് തന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ 2 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം. ഈ ത്രെഡിന് പകരം നമ്മൾ ചെറിയ ബീഡ്സും വലിയ ബീഡും മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വർക്ക് വരുന്നത്.